ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് നടക്കുകയോ ഇല്ലെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ബട്ട് ഗൈസ്, മോമോസ് വാങ്ങിയത് എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ്. അപ്പം മോമോസ് വാങ്ങിയത് എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാടെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഫുഡ് ഫെസ്റ്റിന് ഞാനും അമ്മയും എനിക്ക് സ്കൂളിൽ ഇന്നലെ ആനുവൽ ഡേ ആയിരുന്നു. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വീഡിയോസൊക്കെ കിട്ടണം. എന്നിട്ട് അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കും. കാരണം കുറേ വീഡിയോസ് ഇന്ന് എടുക്കാണ്ട് ഞാൻ പറഞ്ഞ സർപ്രൈസ് അല്ല, ഒരാൾ വരുന്നുണ്ട് ഗൈസ്. അതാണ് സംഭവം. അതാരാന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ തന്നെ പറ്റും. ആൻഡ് മോമോസ് ആൻഡ് സോസ്, ടൊമാറ്റോ സോസാണ്, വേറെ സോസൊന്നുമില്ല. അപ്പം നമ്മൾ മോമോസ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കണേ. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും തോന്നില്ല. എനിക്ക് അത്രയും ടേസ്റ്റ് ഒന്നും തോന്നില്ല. കഴിച്ചാൽ പറ്റും. ഞാൻ വാശി പിടിച്ച് കഴിച്ച വയസ്സ്. പോലെ സ്റ്റോറേജ് തീർന്നു വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ വീഡിയോ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിടണം. അപ്പോൾ എനിക്ക് ഇടട്ടെ, കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഞാൻ എന്തെങ്കിലും കഴിക്കണമെങ്കിലോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഗൈസ് ഞാൻ പകുതി എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച ഡയറി മിൽക്ക് കഴിക്കാമെന്ന്. 45ൻ്റെ ഡയറി മിൽക്കാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ഡയറി മിൽക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഫുഡ് ഫെസ്റ്റ് കഴിഞ്ഞിട്ട് വരുമ്പം എനിക്ക് ഇന്നലെ ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 100 റുപ്പീസ് അല്ല 150 റുപ്പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊരു 40 റുപ്പീസ് എടുത്ത് ഞാൻ സാധനം വാങ്ങിച്ചു ഗൈസ്. പിന്നെയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പ്രൈസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പ്രൈസല്ല കിട്ടിയത്, ക്യാഷ് പ്രൈസാണ് മാത്രം. കോർപ്പറേറ്റ് എക്സാമിൻ്റെ ഇത് നല്ല ഇഷ്ടമായി. സ്റ്റാറിങ് പറയണം. ഉമ്മാക്കും ഉപ്പാക്കൊക്കെ വേണം. ഞാൻ ഉമ്മാക്കും കൊടുത്ത് ഇത്രയുള്ള ഞാൻ പൊക്കി വെച്ചായിരുന്നു പൈസ. 4 ലക്ഷം അങ്ങനെ പോയി. ബാക്കി 5-6 ലക്ഷം ഉണ്ട്. നമുക്ക് മെല്ലെ മെല്ലെ കഴിക്കാം.
ഓക്കെ, ഞാൻ ബാക്കി എടുത്തിട്ട് കാണാം. ചൂട് ഫുഡ് കഴിക്കാം. ഞാൻ ചിക്കൻ ചില്ലിയും ബിരിയാണിയാണ് ഞാൻ ഫസ്റ്റിന് വാങ്ങിച്ചത് തന്നെയാണ്. അപ്പം അത് കഴിക്കും. അപ്പോൾ ഇന്നല്ല നമ്മളിപ്പം ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ട്, ഒരാൾ വരുന്നുണ്ട് എന്നൊക്കെ. ആളാരാന്ന് മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വ്ളോഗ്സ് കാണുകയാണെങ്കിൽ അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ആൾ വരികയാണ്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ആൾക്ക് പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗിഫ്റ്റ് റെഡിയാക്കിയിട്ട് ഇത്ര നേരം ചാർജ് വെച്ചേക്കാണ് ഫോൺ. കാരണം അവൾ വരുമ്പോഴേക്കും ആ കുട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ചാർജിൽ വേണം, ഫുൾ പവറിൽ വേണം ഫോണിക്കാൻ എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നിട്ട് ഞാൻ കളിച്ച് തീർക്കും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്, വേറെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. അതിന് കുറച്ചധികം ബാക്ക്ഗ്രൗണ്ട്സ് ബേസ് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമ്മുടെ ക്ലെവർ ക്രാഫ്റ്റിൻ്റെ പെട്ടിയിലെ ആ പെട്ടിയിലാണ് ഞാൻ. ഈ പെട്ടി ഞാൻ കൊടുക്കത്തില്ല, പക്ഷേ ഇത് സാധനങ്ങൾ കൊടുക്കും. ഈ പെട്ടി കൊടുക്കത്തില്ല കേട്ടോ. എൻ്റെ പതിയോളം സാധനങ്ങൾ ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായി. അവൾക്ക് പിന്നെ ഉപകാരപ്പെടണം കൂടി, ആ കുട്ടിക്ക് ഉപകാരപ്പെടണം കൂടി വേണമല്ലോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് സാധനം. ഞാൻ തുറന്ന് കാണിച്ചത് ഇതിൽ എന്തൊക്കെയുണ്ടെന്ന്. തുറക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. തുറക്കാൻ ബുദ്ധിമുട്ടാണ് പറയാൻ കാരണം ഒരു ബുക്കുണ്ട്. ഫസ്റ്റ് തന്നെ അവൾക്ക് 2 ലൈൻ ബുക്കാണ് ഇത്. 2 ലൈൻ ബുക്കാണ്. സ്മൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ലൈൻ ബുക്ക്, ഉപയോഗിക്കാത്ത 2 ലൈൻ ബുക്കാണ്. ഇതല്ല, ഇതും ഉണ്ട്. പിന്നെ കുറച്ച് സർപ്രൈസ് ഉണ്ട് ഗൈസ്. അത് ആ കാണുന്ന സാധനം കേട്ടോ, അത് ഫ്രെയിമാണ്. അത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഫ്രെയിമാണ്. പിന്നെ ഒരു യെല്ലോയിഷ് ബുക്കും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് ആ കള്ളി ഉണ്ടല്ലേ, ഇത് ആ ചൂണ്ടിക്കാണിക്കുക റെഡ് ഫയലിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഒരു യെല്ലോയും ഇതായിട്ടുള്ള സാധാ നോട്ട്ബുക്കും. പിന്നെ ഞാനിതിൽ വെച്ചിട്ടുള്ളത് കുട്ടികളുടെ ദൈവാരിക ആണ്, എന്തോ സംഭവമാണ്. 15 രൂപയുടെ തത്തമ്മയുടെ ഒരു കഥ ബുക്കാണ്. ബട്ട് ഇതുമ്പോൾ വെട്ടിയിട്ടുണ്ട് കേട്ടോ, അതെന്തോ ഉണ്ടായിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ കുറച്ച് ഇങ്ങനെ വർക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമല്ലോ, അതെന്തോ അറിയില്ല, ഇതിൽ ഓർമ്മയിലുണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാം. അപ്പം അങ്ങനെ 2 ബുക്സാണ്. അത് കഥ ബുക്കാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റമുകൾ. ഈ ഒരു കവറിൽ ആ കുട്ടിയുടെ പേര് എഴുതി ഞാൻ സായനൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊരു കുഞ്ഞ് പെന്നാണ്, ബട്ട് ഇത് വർക്കാവില്ല. വളയുടെ സെറ്റ് അവൾക്ക് നല്ല ഇഷ്ടമാണ്. വള സെറ്റ് എൻ്റെ വളമൊക്കെ നല്ല ഉഷാറവൾക്കും. ആൻഡ് ദിസ് ഒരു പ്ലെയിൻലി വള ഉണ്ട്, ഒരു കാർ ടൈപ്പ്, മറ്റേ നമ്മുടെ ഡ്രോയിങ്ങില്ല അത്. ഇതൊരു കാൽക്കുലേറ്റർ. ഓക്കെ, ആൻഡ് ഈ ഒരു സംഭവം പൊതിഞ്ഞിട്ട് ഞാനത് അതിലേക്ക് ഈ ഒരു സാധനം വെച്ചിട്ടുണ്ട്, വെറുതെ ഒരു ഭംഗിക്ക്. പിന്നെ ഇത് നമുക്ക് അവൾക്ക് വെട്ടാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ രസത്തിന് വെച്ചതാണ് കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ച് ടോയ്സ് ടൈപ്പ് വെച്ചിട്ടുണ്ട്. സ്മൈലിയുടെ മറ്റേ നമ്മളെ ഒട്ടിക്കുന്ന പിന്നുള്ള സ്മൈലി അങ്ങനത്തെ ഉണ്ടാവില്ലേ, അതാണ്. പിന്നെ 3 കോപ്പിക്ക് ഇട്ടിട്ടുണ്ട്. കോപ്പിക്ക് 3 കിട്ടുള്ളൂ ഗൈസ്. ആൻഡ് അവിടെ ഒരു പെന്നുണ്ട് ഗൈസ്. ആൻഡ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മിനി ബുക്ക് ആൻഡ് ദിസ് പെൻ. ഇത് രണ്ടും അവൾക്ക് ഫേവറേറ്റ് ആണ്. അതാണ് ഞാൻ ഒന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ അവൾക്ക് വലിയ റിയാക്ഷൻ ആവില്ല, കാരണം നമുക്ക് നമ്മളധികം മൊത്തം അതുപോലെ കുത്തി നിറച്ച് വെക്കുകയാണെങ്കിൽ അവൾക്ക് നല്ല സന്തോഷം. ഞാൻ കുത്തി നിറച്ച് വെക്കാൻ വേണ്ടി ഒരു സ്ക്രഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പം അവളുടെ ഫേവറേറ്റാണ് ബുക്ക്, പെന്ന്, അങ്ങനത്തെ ടോയ്സൊന്നും അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്നാലും ഒരു കുഞ്ഞു കുട്ടിയിൽ വെച്ചിട്ടാണ് ഞാൻ വെച്ചത്. വള ഇഷ്ടമാണോ വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷേ എൻ്റെ വളകളൊക്കെ അവൾ ഇടും കേട്ടോ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ. പിന്നെ ഞാൻ എന്തിനാ അതാക്കണേ, എനിക്കാണെങ്കിൽ ആ വള കൊള്ളത്തുമില്ല. എൻ്റെ പുതിയ വളയാണ്, ഞാൻ ഡാൻസിനെടുത്ത വളയാണ്.
എനിക്ക് കൊള്ളാണ്ട് അതാ ഒരു സെറ്റ് അങ്ങനെ വെച്ചു ഞാൻ. പക്ഷെ ആദ്യത്തെ മൊത്തം വെച്ചിട്ടില്ല, പാതി കാണാനില്ല ഗൈസ്. അതെവിടെയാണെന്നാകുന്നില്ല. ഞാൻ വേറെ പൊതി കൊണ്ട് റാപ്പ് ചെയ്തിട്ടൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് ഇനി ഇങ്ങനെ വെക്കാൻ നോക്കണം, ഒപ്പം വെക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് അടച്ച് നമ്മളിതാ ഉപ്പ വന്നിട്ടുണ്ട്. ഉപ്പ വന്നിട്ട് ഉപ്പ പോയിട്ട് വിളിക്കാൻ പോവും. എന്നിട്ട് ആ കുട്ടി വരുമ്പോൾ ഞാൻ പറയണത് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ ആകും കൊടുക്കുന്നുണ്ടാവുക. എന്തായാലും ഞാനിരുന്ന് സംസാരിക്കുന്നില്ല. കാരണം എനിക്ക് മറ്റേ വീഡിയോയിലെ കഴിഞ്ഞ വീഡിയോ അതിൽ തന്നെ എനിക്ക് കുറേ ഞാൻ എന്തൊക്കെയോ ഇരുന്ന് സംസാരിച്ചത്. ഞാൻ ആ വോയിസൊക്കെ കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ അതാണ്. കാരണം ഞാൻ പറയുമ്പോൾ കുറേ പറഞ്ഞു പോകും. ഇതൊക്കെ ഇപ്പോൾ 20-21 സെക്കൻഡായി. എന്തിട്ട് പറഞ്ഞിട്ടാന്നാവും അത്ര. നാവുകൊണ്ട് മൂക്കുമ്പോൾ തോന്നുന്ന സംഭവമല്ലേ, അവന് വേണ്ടിക്കണെങ്കിൽ മൂക്കൊന്നും ഇങ്ങനെ വെച്ച് നോക്കിയതാണ്. നടക്കണില്ല, ചെയ്യാം. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെറുതെ. ആൻഡ് ഇനിയിപ്പോൾ എന്താ പണി, മാഷൊക്കെ കാലിയാക്കിട്ടോ ഗൈസ്. കാരണം അവൾ വന്നു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് കിട്ടില്ല തന്നെ കാര്യം. ഇപ്പം 100% എൻ്റെ ഫോണിലെ ചാർജ്. അവൾ വരുമ്പോഴൊക്കെ എത്ര ആവുന്നു. ആൻഡ് ഇത് നമുക്ക് കട്ടിൻ്റെ അടിയിൽ ഒളിപ്പിക്കാം. കട്ടിൻ്റെ അടിക്ക് പോയത് ഇത് അവൾ കാണില്ല. അവൾ വന്നിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ ആ പറഞ്ഞ ആ ഒരു ഫ്രെയിമും ആ ഒരു ബുക്കും ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് ദിവസങ്ങളിലായിട്ട് കൊടുക്കാം ഗൈസ്. അവൾ കുറച്ചധികം ദിവസത്തേക്കാണ് വരുന്നതെന്നാണ് എന്നോടും ആ പറഞ്ഞത് ആള്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊടുക്കാം, പഠിക്കുമ്പോൾ ഓരോന്ന് കൊടുക്കാം. അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സമ്മാനം എന്നുകൊണ്ട് അങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കാമല്ലോ. ഇങ്ങനെയാണ് എൻ്റെ പ്ലാനിങ്ങിലുള്ളത്. ഇതിപ്പോൾ ഞാൻ ഈ പെട്ടി നിറച്ചും കൊടുക്കുന്നത് എൻ്റെ ഒരു സന്തോഷമാണ്. എൻ്റെ ഉണ്ണിയാണ് അവൾ, എൻ്റെ മുത്താണ് അവൾ, എൻ്റെ ചക്കരയാണ് അവൾ. പക്ഷേ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ അവളെ കാണിച്ചില്ലോ, മറ്റേ പൂരത്തിൻ്റെ വ്ളോഗില്ലേ, അതിൽ ഞാൻ അവളെ കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം അവൾ എൻ്റെ കൂടെ അല്ല നടന്നിരുന്നത്, ഞാനും റയാനും കൂടിയിട്ടാണ് നടന്നിരുന്നത്. അവളും പിന്നെ ഞങ്ങളെ വേറെ കസിനുണ്ട്, അവളുടെ താത്തയും കൂടിയിട്ടാണ് നടന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നില്ല ഗൈസ്. കണ്ടിരുന്നു, പക്ഷേ ആ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 ആൾ ഒരു ടീമായിട്ടായിരുന്നു, അവർ വേറെ ടീമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് നടന്നിരുന്നത്. ഞങ്ങൾ അവരെ ഊക്കാൻ വേണ്ടി നടന്നതാണ്, വേറെ സ്വാഭാവികമാണല്ലോ. അപ്പം ഡോറേനെയും കുജിനെയും ഊക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും അവനും നടന്നിരുന്നത്. എനിക്കിന്ന് തടി കൂടിയോ, തടി കൂടിയ പോലെ ഷോൾ ഇങ്ങനെ ഇട്ടപ്പോൾ തടി ഓക്കെ. അപ്പം എന്താ പറയുക, ഇനി നമുക്ക് അവിടെ വന്നിട്ട് കാണാം. ബാക്കി എഡിറ്റ് ചെയ്തിട്ട് ഇന്നലത്തെ എഡിറ്റ് ചെയ്ത് ഞാൻ ഇതായിട്ട് നടത്തില്ല ഗൈസ്, തീർന്നിട്ടില്ല ഗൈസ്. ചോറ് 2000 years later. പിറന്നാൾ വന്നു, അവളിൻ്റെ ഈ വോൾഡൊക്കെ കണ്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ്. നമുക്ക് വേറെ സാധനം കൊണ്ട് കൊടുക്കാം. ഇങ്ങോട്ട് വാ, അവിടെ നിൽക്ക്. അപ്പോൾ കിട്ടിയില്ലേ, ഇപ്പം സെറ്റായി എല്ലാത്തിനും. ഇങ്ങോട്ട് വാ. ഇത് വലിയതൊന്നും പ്രതീക്ഷിക്കരുത്. താത്ത ഉണ്ണിക്ക് വേണ്ടി മാത്രം കുറച്ച് ടോയ്സ് അല്ല, കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയത്. തുറക്ക്, ചേച്ചുവിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉള്ള തുറക്ക്. ചേച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക്, ഇതൊരു കഥ ബുക്ക്. ഇതെന്താ വെള്ളം. ഇതിഷ്ടാണോ?
ഒരു ടോയാണ്. ഇത് ഞാൻ വെറുതെ വെച്ചതാണോ? അതും വെറുതെ വെച്ചതാ. അതൊക്കെ വെറുതെ വെച്ചതാ. അതിങ്ങനെ നമുക്ക് വെട്ടിയിട്ട് ഇങ്ങനെ സ്റ്റിക്കർ പോലെ ആക്കാം. എന്താന്നാ തുറന്നോക്ക്.